ഇവിടെ ഞാന് ഒരൊറ്റണത്തിനും വെറുതെ വിടില്ല. എല്ലാത്തിനും ഞാൻ തീർത്തളയും. ഹാ, നിങ്ങൾക്ക് ഞാൻ ആരെന്ന് ശരിക്കും അറിയില്ല. ഞാനാണ് ഹൾക്ക്, ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ ആളാ. എന്താടാ നോക്കണേ? എന്നാ പിടിച്ചോ. ദേ കിടക്കണ അവിടെ. എൻ്റെ അടുത്ത് കളിച്ചാ ഇങ്ങനെ ഇരിക്കും, മനസ്സിലായ? ഒരാളും എൻ്റെ അടുത്ത് മുട്ട നിക്കണ്ട. എല്ലാത്തിനും അടിച്ച് പരിപ്പെടുക്കും ഞാൻ. ഇനിയിപ്പോ ആർക്കും എന്നെ തടയാൻ പറ്റില്ല. കാരണം ഞാനാണ് ഹൾക്ക്. എന്നെ തടയാനായിട്ട് ഈ ലോകത്ത് ഒരാൾക്കും പറ്റില്ല. മാറിപ്പോടാ. ഫോർച്ചർ കൊണ്ടുവന്ന VIP എന്ന വിചാരം. എന്താടി പെണ്ണേ, എങ്ങോട്ടാ പോണേ? പൊന്നിന്റെ കറളെ, എന്നാ പിടിച്ചോ. ദേ പോണോടെ. ഇനി എനിക്ക് സുഖമായിട്ട് ബാങ്കൊക്കെ റോബറി ചെയ്യാം. ഈ ബിൽഡിംഗ് ഒക്കെ ഇടിച്ച് പൊളിച്ചളയാം. എന്നെ ഇപ്പൊ ആരും ഒന്നും ചെയ്യില്ല. പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോണില്ല. ബ്രേക്കിംഗ് ന്യൂസ്. നമ്മുടെ സിറ്റിയിൽ വന്നേക്കാണ് ഒരു ഹൾക്ക്. ഈ ഹൾക്കാണെങ്കിൽ ഭയങ്കര പെശക. ഇവിടെയുള്ള ആൾക്കാരൊക്കെ തല്ലി ചതയ്ക്കാണ്. ഇതിപ്പോൾ വെറുതെ വിട്ട് കഴിച്ച് ശരിയാവില്ല. പോലീസും മിലിറ്ററിയും എങ്ങനെയെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കണം. അല്ലെങ്കിൽ ഈ സിറ്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഈ ഹൾക്ക് ഒരൊറ്റടത്തിനും വെറുതെ വിടില്ല. അയ് ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഈ ഹൾക്കപ്പോൾ ഇവിടുന്ന് വന്നേ. ആ ഹൾക്കാണെങ്കിൽ ഈ സിറ്റി മൊത്തം നശിപ്പിക്കുക. ഈ സൂപ്പർമാൻ ഇവിടെ ജീവനോടെ ഉള്ളപ്പോൾ ഇവിടെ ഒരാൾക്കും ഒന്നും സംഭവിക്കില്ല. ഒരു മിനിറ്റ്, ഇതെന്തത്? ബിൽഡിംഗ് ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേക്കാണല്ലോ. ഇത് മിക്കാരും ആ ഹൾക്കിന്റെ പണിയായിരിക്കും. എന്നാൽ ഈ ഹൾക്ക് ഇടന്ന് വന്നേ, അതെനിക്കിപ്പോഴും മനസ്സിലാവണില്ല. എന്തുട്ടായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ബിൽഡിങ്ങില്ലേ അതൊക്കെ നേരെയാക്കാം, പഴയ പോലെ ആക്കാം. അളിയന്റെ മോളെ, പൊന്നിന്റെ കരളെ. എടാ, നീ എന്താ അന്തരാണോ? എവിടെ നോക്കിട്ടാ വണ്ടി ഓടിക്കണേ? അയ്യോ ചേട്ടാ, സോറി ചേട്ടാ, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. സോറിയാ? എന്നാ പിടിച്ചോ നിന്റെ സോറി. ദേ കിടക്കണോ അവിടെ. അതിന്റെ കാര്യത്തിൽ എങ്ങനെ ഒരു തീരുമാനമായി? ഒരു മിനിറ്റ്, ഇവിടെ ഇഷ്ടം പോലെ കാറുണ്ടല്ലോ. ഇത് മിക്കാരും വില കാർ ഷോറൂമാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ താറുണ്ട്, ഫോർച്യൂണർ ഉണ്ട്, BMW വരെ ഉണ്ട് കേട്ടാ. ഇതിലിപ്പോ ഏത് കാർ എടുക്ക? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫോർച്യൂണർ എടുക്കാം. എൻ്റെ സൈസിന് ഫോർച്യൂണറാ നല്ലത്. നമുക്കപ്പോൾ ഈ ഫോർച്യൂണർ എടുത്തോണ്ട് പോവാം. ഇവിടെ പിന്നെ എനിക്ക് ആരെങ്കിലും കാണാല്ല ഏട്ടാ. ആരെങ്കിലും കണ്ടാലും കുഴപ്പമൊന്നുമില്ല, അവരെന്നെ ഒന്നും ചെയ്യാൻ പോണില്ല. കാരണം ഞാൻ ഹൾക്കാണ്. ഇനിയിപ്പോ ഈ സിറ്റിയിൽ നിൽക്കണ്ട, നമുക്കേ വേറെ സിറ്റിയിൽ പോവാം. അതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് ഒക്കെ ഞാൻ നേരെ ആക്കിട്ടാ. ഈ സിറ്റി പഴയ പോലെ ആക്കി. ഇവിടെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഹൾക്ക് എവിടെയാ? ഹൾക്കിനെ ഇവിടെ ഒന്നും കാണാലല്ലോ. ഒരു വട്ടം എൻ്റെ കയ്യിൽ കിട്ടിയാൽ മതി, പിന്നെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും. ആ ഹൾക്കിന് ഞാൻ വെറുതെ വിടില്ല. ആരോടൊപ്പം ചോദിക്കുക? ആ, ഇവിടെ ഒരു ചേച്ചി ഉണ്ട്. ഹലോ ചേച്ചി, ഈ ഹൾക്കിനെ എവിടെയെങ്കിലും കണ്ടാ? ആ ചേട്ടാ, ആ ഹൾക്കില്ലേ ആ കാർ ഷോറൂമിന്റെ അടിക്ക് പോകണ്ടായിരുന്നു. ചിലപ്പോ ആ ഭാഗത്തുണ്ടാവും. ആണോ? എന്നാ ശരി, ഞാനപ്പോൾ അവിടെ പോയിട്ട് നോക്കി നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഞാൻ കാർ ഷോറൂമിലേക്ക് വന്നേക്കാണ്. ഇതെന്തത്? ഷോറൂം ഫുള്ള് കായലാണല്ലോ. ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേ ഇവിടെ കാറുകളുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഒരു ചേച്ചി ചത്തു കിടക്കുക. ആ ഹൾക്ക് ചിലപ്പോഴേ ഇവിടെ നിന്ന് കാറൊക്കെ അടിച്ചു മാറ്റിണ്ടാവും, പറയാൻ പറ്റില്ല. ആ ഹൾക്ക് എവിടേക്കാണോ പോയേ? ഇവിടെ ഇപ്പോൾ കാണാനില്ല. എന്തുട്ടായാലും നമുക്ക് അവനെ പോയിട്ട് തപ്പാം. അവൻ ഏത് മുക്കിൽ പോയിട്ട് ഒളിച്ചിരുന്നാലും ഞാൻ കണ്ടുപിടിക്കും. ഓക്കെ, ഇവിടെ ഞാൻ അങ്ങനെ പുതിയ സിറ്റിയിൽ വന്നേക്കാണ് കേട്ടാ. ഞാൻ ആദ്യമായിട്ടാ ഈ സിറ്റിയിൽ വരണേ. ഇതെന്തത്? ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഉണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ട്രെയിനൊക്കെ ഉണ്ടാവോ? എനിക്ക് ട്രെയിനിലൊന്ന് കയറണം. എനിക്ക് ട്രെയിനിൽ കയറാനേ ഭയങ്കര ആഗ്രഹ. ഇത് ബുള്ളറ്റ് ട്രെയിൻ ആണോ? ഹായ്, ബുള്ളറ്റ് ട്രെയിന്. എനിക്ക് ബുള്ളറ്റ് ട്രെയിനിൽ കയറണം. ഈ ട്രെയിനൊക്കെ ഭയങ്കര സ്പീഡിലാണ് പോവുക. ഇവിടെ പക്ഷെ എനിക്ക് ആരെയും കാണാനില്ല ഏട്ടാ. നമുക്ക് തൽക്കാലം ഈ ട്രെയിൻ അങ്ങ് അടിച്ചു മാറ്റാം. അതുപോലെ സീനൊന്നുമില്ല. ഇതെന്തത്? എനിക്ക് ട്രെയിൻ ഓടിക്കാൻ പറ്റില്ലേ? ഓ, നമുക്കിതിൽ ട്രെയിൻ ഓടിക്കാൻ പറ്റില്ല ഏട്ടാ. ആ രോഹിത്തണ്ണനെ ട്രെയിൻ ഓടിക്കുന്ന ഓപ്ഷൻ കൊണ്ടുവന്നില്ല. രോഹിത്തണ്ണ, ആ ഓപ്ഷൻ കൊണ്ടുപോവാ. നമുക്കും ട്രെയിൻ ഓടിക്കാൻ ആഗ്രഹമുണ്ട്. ഇവിടെ പിന്നെ ഒരു ജിമ്മൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജിമ്മിൽ പോട്ടെ കുറച്ചു നേരം വർക്കൗട്ട് ചെയ്യാം. Meanwhile, ഓക്കെ,
ഇവിടെ ഞാൻ കുറെ നേരം വർക്കൗട്ട് ചെയ്തേക്കണ്ടാ. ബോഡിയൊക്കെ സെറ്റായി. എനിക്കിപ്പോൾ നല്ലോണം വിശക്കുണ്ട്. ബർഗർ കഴിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, ബർഗർ വേണ്ട, നമുക്ക് ഐസ്ക്രീം കഴിക്കാം. ഐസ്ക്രീം ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാ, ഭയങ്കര മധുരാ. അല്ല, ഇതെന്തത്? അവിടെ ഒരു ഡോൾഫിൻ എയറിൽ നിൽക്കാണല്ലോ. അവിടെ എന്തുട്ടാണ് സംഭവം? ചെന്ന് നോക്കി നോക്കാം. ഓ, ഇത് പിന്നെ എന്തോ സർക്കസ് പോലത്തെ സംഭവം തോന്നുന്നുട്ടാ. ഇത് ഡോൾഫിന്റെ വല്ല സർക്കസ് ആയിരിക്കും. ഇവിടെ ഒരു റിംഗ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് ചാടിയാലോ? വീ അതിന്റെ ഉള്ളിലേക്ക് ചാടാനായിട്ടേ നല്ല രസമുണ്ട് കേട്ടാ. ബ്രേക്കിംഗ് ന്യൂസ്. നമ്മൾ നേരത്തെ കണ്ട ഹൾക്കില്ലേ, ആ ഹൾക്ക് ഇപ്പോൾ പുതിയ സിറ്റിയിൽ വന്നേക്കാണ് കേട്ടാ. ഇവിടെ ഇപ്പോൾ അലമ്പുണ്ടാക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഹൾക്കിനെ തടയണം, ഇല്ലെങ്കിൽ പുതിയ സിറ്റിയുടെ കാര്യത്തിലും തീരുമാനമാവും. ഇവിടെയുള്ള ആൾക്കാരെയും ഈ ഹൾക്ക് വെറുതെ വിടില്ല. അയ് ശരി, ആ ഹൾക്കപ്പോൾ പുതിയ സിറ്റിയിൽ പോയി കാണല്ലേ, വെറുതെ അല്ല ഇവിടെ ഒന്നും കാണാത്ത. എന്നാ പിന്നെ നമുക്കേ പുതിയ സിറ്റിയിൽ പോവാം. അതിനു മുൻപ് ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അത് മാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ പുതിയ സിറ്റിയിൽ പോവാം. അല്ലെങ്കിൽ ആ ഹൾക്കില്ലേ, അവിടെയും കൂടി നശിപ്പിക്കും. അതിപ്പോൾ ഞാൻ ഏതായാലും സമ്മതിക്കില്ല. ഏയ് അളിയന്റെ മോളെ, പൊന്നിന്റെ കരളെ, എന്തടി മോളെ മിണ്ടാത്തെ. എടാ ഹൾക്കേ, ഡാ പൊട്ടാ. ആരടത്? എന്നെ ആരടാ പൊട്ടെന്ന് വിളിച്ചേ? ഞാനടാ വിളിച്ചേ. പൊട്ടന്മാരെ പിന്നെ പൊട്ടെന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. എന്നാ പിടിച്ചോ. ഓക്കെ, അതിൻ്റെ കാര്യത്തിൽ എങ്ങനെ ഒരു തീരുമാനമായി. A few moments later. ഇതെന്തത്? ഞാനെങ്ങനെ ജയിലിൽ വിട്ടുപോയേ? ഇവന്മാരെന്തൊരു വിചാരിച്ചേ? എന്നെ ജയിലിലിട്ട് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു എന്നാണോ? ഒരിക്കലും ഇല്ല. അതെ, ഞാൻ ഹൾക്കാണ്. ഞാൻ ഈ ജയിലിൽ നിന്ന് സുഖമായിട്ട് പുറത്തേക്ക് ചാടും. ഇതൊക്കെ നമുക്ക് പൊളിച്ചളയാം. ഇതെന്തത്? ഒന്നും സംഭവിക്കണില്ലല്ലോ. ഞാൻ ആ ചുമരി മേടിച്ചു, ആ ചുമരി പൊളിയണില്ല. എൻ്റെ പവേഴ്സൊക്കെ എങ്ങോട്ട് പോയേ? എൻ്റെ പവേഴ്സ് വർക്കാവണില്ല. ഈ ബിൽഡിംഗ് എനിക്ക് പൊളിക്കാൻ പറ്റണില്ല. എടാ ഹൾക്കേ, നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ പവർസൊക്കെ പോയേക്കാ. ആ സൂപ്പർമാൻ ഇല്ലേ, നിന്റെ മേത്ത് എന്തോ ലേസറൊക്കെ വിട്ടു. അന്നേരം നിന്റെ പവർസൊക്കെ പോയി. നീ ഇപ്പോൾ ഹൾക്കല്ല, നീ സാധാരണ ഒരു മനുഷ്യനാ. നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ കുറച്ചു നേരം ലോക്കപ്പിലിരിക്കേ. അത് കഴിഞ്ഞാലേ നമ്മൾ നിന്നെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും. ഇനിയുള്ള കാലം നീ ജയിലിലിരുന്നാൽ മതി.